ഉച്ചയ്ക്ക് സിദ്ധു വരുമ്പോൾ കാണുന്നത് എന്തോ കാര്യമായി ആലോചിച്ച് ബാൽക്കണിയിലെ ഊഞ്ഞാലിലിരിക്കുന്ന സച്ചുവിനെയാണ്. അവനെ കണ്ടപ്പോൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണു നിറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാനാകാതെ തലകുനിച്ച് നിൽക്കുന്ന പെണ്ണിനെ കണ്ട് കാര്യം മനസ്സിലാകാതെ അവൻ സച്ചുവിൻ്റെ അടുത്തിരുന്നു. സച്ചു, എന്താ പറ്റിയേ? നീ എന്തിനാ കരഞ്ഞത്? സിദ്ധു അടുത്തിരുന്ന് ചോദിച്ചപ്പോൾ ഇനിയും പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന പോലെ അവൻ്റെ നെഞ്ചിൽ തന്നെ തൻ്റെ വിഷമമെല്ലാം കരഞ്ഞു തീർത്തു. കാര്യം എന്തായെന്ന് മനസ്സിലായില്ല എങ്കിലും സിദ്ധു ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചു. കരഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് കാര്യം പറ ഭാര്യയെ. സമയം കുറേയായി നീ ഇങ്ങനെ നിൽക്കുന്നു. വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ സച്ചു. കാര്യം പറഞ്ഞ കണ്ണേട്ടനോട് ദേഷ്യപ്പെടുവോ? ദേഷ്യം എന്തിന്? ദേഷ്യപ്പെടില്ല എങ്കിൽ ഞാനൊരു കാര്യം കാണിക്കാം. ഇതും പറഞ്ഞ് ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞൊരു ചെറിയ പെട്ടി സാക്ഷി സിദ്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്താ എന്നറിയാനുള്ള ആകാംക്ഷയിൽ തുറന്നവൻ കണ്ടത് പ്രഗ്നൻസി കാർഡിൽ കണ്ട 2 പിങ്ക് ലൈനാണ്. സത്യാണോ എന്ന രീതിയിൽ അവൻ സച്ചുവിനെ നോക്കിയതും അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. വേണ്ട എന്ന് പറയല്ലേ കണ്ണേട്ട, എനിക്ക് സഹിക്കില്ല. നമ്മുടെ കുഞ്ഞല്ലേ. സ്വന്തം കുഞ്ഞിനെ വേണ്ട എന്ന് പറയാനും മാത്രം ദുഷ്ടനാണോ പെണ്ണ് ഞാൻ? സച്ചുവിനെ ചേർത്ത് പിടിച്ചത് പറയുമ്പോൾ സിദ്ധുവിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു. സത്യാണോ പറഞ്ഞത് എന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സാക്ഷിയെ ഒന്നുകൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവൻ. നമ്മുടെ കുഞ്ഞാണ് നമ്മുടെ പ്രണയത്തിൻ്റെ അടയാളം. നിന്റെ ഹെൽത്ത് ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞാൽ പിന്നെ എന്താണ് പ്രശ്നം? കോളേജും കാര്യങ്ങളുമെല്ലാം നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പം എൻ്റെ സച്ചൂട്ടൻ ഹാപ്പി ആയിരുന്നാൽ മതി. കേട്ടല്ലോ? വെറുതെ ടെൻഷൻ കയറി നമ്മുടെ ബേബിയെ സാഡാക്കരുത്. പിന്നെ ഹോസ്പിറ്റൽ പോകണ്ടേ? പോകണം. ഞാനൊന്ന് ഹോസ്പിറ്റൽ വിളിച്ച് ചോദിക്കാം ഇപ്പോൾ ഡോക്ടറുണ്ടോ എന്ന്. ഇതും പറഞ്ഞ് അവളെ അടർത്തി മാറ്റി ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് ഒന്നുകൂടി സാക്ഷി സിദ്ധുവിനെ ചേർത്ത് പിടിച്ചു. കാര്യം മനസ്സിലായെന്ന പോലെ സിദ്ധു അവളെ പിടിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. ഡോക്ടർ വൈകിട്ട് വരെ അവിടെ ഉണ്ട്. നീ വാ, നമുക്ക് ഒന്ന് പോയി വരാം. അപ്പോഴേക്കും വിച്ചുവും കോളേജിൽ നിന്ന് വരും. സിദ്ധാർത്ഥ് സർ, എന്തിനാണ് സർ പെട്ടെന്ന് വിളിച്ച് കാണണമെന്ന് ചോദിച്ചത്? എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? കൺസൾട്ടിംഗ് റൂമിൽ കയറി വന്ന് സിദ്ധുവിനെ കണ്ട് ഗൈനക്കോളജിസ്റ്റ് ഗീതയായിരുന്നു. ഇതെൻ്റെ വൈഫാണ് സാക്ഷി. 2 ദിവസം കൊണ്ട് ഇവൾക്ക് ആകെ ഒരു ക്ഷീണം പോലെ. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് പോസിറ്റീവ്. അപ്പോൾ പിന്നെ താമസിക്കാതെ തന്നെ ഡോക്ടറിനെ ഒന്ന് കാണണമെന്ന് വെച്ചു. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല. വൈഫിന് എത്ര വയസ്സുണ്ട് സർ? 19. അവളുടെ ഹെൽത്ത് ഓക്കെയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പ്രഗ്നൻസിയുടെ കുറച്ച് പ്രശ്നം ആദ്യത്തെ 3 മാസം കാണും. തലകറക്കവും ക്ഷീണവും ഛർദിലുമൊക്കെ. ഇത് തുടക്കമല്ലേ, നന്നായി കെയർ ചെയ്യണം. പിന്നെ വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. തൽക്കാലം അത് മാത്രം കഴിച്ചാൽ മതി. കോളേജിൽ പോകാമോ ഡോക്ടർ? കോളേജിലൊക്കെ പോകുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷേ നന്നായി ശ്രദ്ധിക്കണമെന്ന് മാത്രം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു ഡോക്ടർ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതും സാക്ഷിയുടെ മുഖത്ത് ആശ്വാസം കണ്ട് സിദ്ധുവിന് ചിരി വന്നു. നീ എന്തിനാ സച്ചു ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു കണ്ണേട്ട, എന്തെങ്കിലും കുഴപ്പം കാണുമോ എന്ന്, ഡോക്ടർ പറയുമോ എന്ന്. ഇപ്പോഴേ ഒന്ന് സമാധാനമായത്. നിനക്കെന്തെങ്കിലും വേണോ? സാധാരണ പ്രഗ്നൻ്റ് ആയ മാങ്ങയോ മസാല ദോശയൊക്കെ വേണമെന്ന് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ചോദിച്ചതാണ്. ആവോ, ഇപ്പം എനിക്കൊന്നും വേണ്ട. ഒന്ന് കിടന്നാൽ മതി. വീട്ടിലേക്ക് പോകാം. വൈകിട്ട് വിച്ചു വന്നപ്പോൾ വീട്ടിലുള്ള പതിവില്ലാതെ നിശബ്ദത കണ്ട് ആദ്യമൊന്ന് പേടിച്ചെങ്കിലും അകത്തേക്ക് കയറിയ ചെക്കൻ കണ്ടത് ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ചെറിയ കേക്കാണ്. അടുത്ത് തന്നെ സിദ്ധുവും സാക്ഷിയുമുണ്ട്. കാര്യം മനസ്സിലാവാതെ അവൻ അവരെ 2 പേരെയും മാറി മാറി നോക്കിയപ്പോൾ സിദ്ധു സാക്ഷിയെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഇന്ന് നിങ്ങൾ 2 പേരെയും പിറന്നാളല്ല, ആനിവേഴ്സറിയും കഴിഞ്ഞു. പിന്നെന്തിനാണ് ഈ കേക്ക്, ലഡുവൊക്കെ? സന്തോഷം വന്ന മധുരം കഴിക്കുന്നത് നല്ലതല്ലേ വിച്ചുട്ടാ? ഡാ കണ്ണാപ്പി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഒന്ന് കാര്യം പറ. നിനക്ക് കൊച്ചച്ഛനായിട്ട് പ്രൊമോഷൻ കിട്ടിയടാ ചെക്ക, അല്ലാതെ വേറൊന്നുമല്ല. സന്തോഷമുള്ള കാര്യമല്ലേ, അപ്പോൾ പിന്നെ കേക്ക് വാങ്ങാമെന്ന് തോന്നി. ആദ്യം സിദ്ധു പറഞ്ഞതൊന്നും മനസ്സിലായില്ല എങ്കിലും ഒന്നുകൂടി ആലോചിച്ചപ്പോഴാണ് ചെക്കന് കാര്യം കത്തിയത്. സത്യമാണോ എന്ന രീതിയിൽ സാക്ഷിയെ നോക്കിയപ്പോൾ അവിടെ നിറചിരി. രാത്രി ക്ഷീണം കാരണം സച്ചു നേരത്തെ ഉറങ്ങിപ്പോയി. അവളെ നന്നായി പുതപ്പിച്ചിട്ട് ഹാളിലേക്ക് ഇറങ്ങിയ സിദ്ധു കാണുന്നത് കാര്യമായി എന്തോ ബാൽക്കണിയിൽ നിന്ന് കായലിലേക്ക് നോക്കി ആലോചിക്കുന്ന വിച്ചുവിനെയാണ്. സിദ്ധു അവൻ്റെ പുറകിൽ പോയി നിന്നിട്ട് കൂടി ചെക്കനൊന്നും അറിഞ്ഞില്ല. എന്താണ് മോനൂസ് ഇത്ര ആലോചന? ആരെങ്കിലും കയറിയോ ഈ മനസ്സിൽ? തമാശ പോലെയാണ് സിദ്ധു ചോദിച്ചത് എങ്കിലും തെളിച്ചമില്ലാത്തൊരു ചിരിയായിരുന്നു അതിന് മറുപടി. എന്താ മോനെ, നീ കാര്യം പറ. അമ്മാളുവിന് വാവ വന്നാൽ പിന്നെ ഏട്ടൻ എന്നോടുള്ള സ്നേഹം കുറയുമോ? പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകുമോ? വിച്ചു,
നീ എന്തീ പറയുന്നതെന്ന് ആലോചിച്ചാണോ ഈ പറയുന്നത്? എനിക്കെന്തോ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെയൊക്കെ തോന്നി. നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കല്ലേ. സച്ചു വന്നിട്ടെന്താ നിന്നോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞു? ഇല്ലല്ലോ. നീ എൻ്റെ പൊന്നുമോനല്ലടാ. കൊച്ചു പിള്ളേരെ പോലെ വെറുതെ ഓരോ കാര്യം ഇങ്ങനെ ആലോചിക്കും. നിന്റെ അമ്മാള് കേൾക്കണ്ട, അവൾക്ക് പിന്നെ അത് മതി. കുറച്ച് ദിവസം അവൾ കോളേജിൽ പോകാൻ ഇവിടെ നിൽക്കട്ടെ, ക്ഷീണം കാണും. ഇവിടെ നിന്ന് ഏട്ടന് ഓഫീസിൽ പോകില്ലേ, പിന്നെ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മാളും എൻ്റെ കൂടെ കോളേജിൽ വരട്ടെ. വേറൊന്നും കുഴപ്പമില്ലല്ലോ, ഞാൻ നോക്കാം. അവൾക്ക് എന്തെങ്കിലും ക്ഷീണം വന്നാലോ? അതിനല്ലേ സിക്ക് റൂം. അതും പോരെങ്കിൽ ഞാൻ ഏട്ടൻ്റെ ഓഫീസ് റൂം തുറക്കും. ബോർഡ് വെച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ. കീ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞതൊന്നും അമ്മാളുവിനോട് പറയല്ലേ. എനിക്കിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ്. സോറി. ഇനി ഇങ്ങനെ ഒന്നും നീ പറയരുത്. പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും, കേട്ടല്ലോ. പിന്നെ നാളെ മുതൽ ഓഫീസിൽ ഓടിയിൽ പോകുന്ന പരിപാടി നിർത്തിക്കോ. ഞാൻ എടുക്കുവാ കാറ്. നിനക്കെന്തിനാ കോളേജിൽ പോകാൻ അതൊക്കെ? ഇവിടെ വേറെ കാറില്ലേ? അമ്മാളുവിനെ കൊണ്ട് ഞാനിനി അതിലൊന്നും കയറില്ല. അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ബുക്ക് ചെയ്യ്. എൻ്റെ ബേബിയുടെ സേഫ്റ്റി എനിക്ക് നോക്കണം. വിച്ചു, നീ ഓവറാകില്ലേ? ഈ നാട്ടിലുള്ളവരെല്ലാം ഓടിയിലല്ല നടക്കുന്നത്, സാധാ കാറിലാണ്. അവർക്ക് ഒന്നുമില്ലാത്ത എന്ത് കുഴപ്പമാണ് സച്ചുവിന്? ഞാൻ ഓവറൊന്നുമല്ല. ഏട്ടൻ എന്തായാലും അത് അമ്മാളുവിന് ഗിഫ്റ്റ് വാങ്ങിയതല്ലേ. പിന്നെ ഏട്ടൻ എന്തിനാ അതുകൊണ്ട് നടക്കുന്നത്? കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. നാളെ മുതൽ കാറ് എൻ്റെ കയ്യിൽ. പിന്നെ ആഴ്സാറ് കാണുമെന്നുള്ള പേടിയാണെങ്കിൽ എനിക്ക് വെറും പുല്ലാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ നമ്മുടെ വണ്ടി വാങ്ങിയത്. അപ്പം പിന്നെ അത് അവനെ ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാതെ നാളെ മര്യാദയ്ക്ക് കാറിൻ്റെ കീ ഇവിടെ വെച്ചിട്ട് പോകണം. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ കയറി വരും. വെറുതെ സീനാക്കരുത്. എന്തിനാ? നീ എന്നെ കൂടുതൽ പേടിപ്പിക്കേണ്ട. കാറല്ലേ, നാളെ നീ എടുത്തോ. പക്ഷേ എൻ്റെ പെണ്ണിനെ നന്നായി നോക്കണം. പിന്നെ നോക്കാതെ? ഇത്രയും നാള് ഞാൻ തന്നെയല്ലേ നോക്കിയത്. അതുപോലെ ഇനിയും നോക്കും. എന്നിട്ട് ബേബി വരുമ്പോൾ ഞാനും ബേബിയും ടീമാകും. നോക്കിക്കോ. അതൊക്കെ അപ്പോഴല്ലേ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. കിടക്കാൻ പോകുക. ഏട്ടൻ കിടക്കുന്നില്ലേ? എന്തെടുക്കാൻ പോവുക? എനിക്ക് കുറച്ച് ഫയൽ നോക്കണം. പിന്നെ കിച്ചു ചേട്ടനെ ഒന്ന് വിളിക്കണം. നീ പോയി കിടന്നോ. എന്താണ് സിദ്ധു നീ രാത്രി വിളിക്കുന്നത്? നാളെ എന്താ കാണാൻ വരണമെന്ന് പറഞ്ഞു. നീ തന്നെയല്ലേ വൈകിട്ട് മെസ്സേജ് ഇട്ടത്? കിച്ചേട്ടാ, നിങ്ങൾ ഫ്രീ ആണോ? എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നീ പറ മോനെ. ഓഫീസ് കാര്യം ഒന്നും എനിക്ക് നോക്കാൻ വയ്യ. അതെല്ലാം അച്ഛിരുന്ന് നോക്കുന്നു. ഇന്ന് വിച്ചുവിനോടൊരു കാര്യം പറഞ്ഞു ചേട്ടാ. വിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും വിടാതെ കിച്ചനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കേട്ടതൊരു പൊട്ടിച്ചിരിയായിരുന്നു. എന്തിനേ ചിരിക്കുന്നത്? ഞാൻ കാര്യമായി പറഞ്ഞതാ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? സച്ചുവിനോട് പറയാനും പറ്റില്ല. പെണ്ണ് പിന്നെ അതിൻ്റെ പേര് ടെൻഷനാകും. ഇതിപ്പോൾ വിച്ചുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ നീ കുഞ്ഞിനെ വേണ്ട എന്ന് പറയുമോ സിദ്ധു? കിച്ചൻ പെട്ടെന്ന് ചോദിച്ചതും സിദ്ധു വല്ലാതെയായി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റുമോ ഏട്ടാ? അതാണ്, സ്വന്തം കുഞ്ഞിന് വേണ്ട എന്ന് പറയാൻ ലോകത്തൊരച്ഛനും അമ്മയ്ക്കും പറ്റില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ 1000 സ്വപ്നങ്ങൾ നീ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാനും ആ അവസ്ഥയിലൂടെ കടന്നു വന്നതാണ്. വിച്ചുവിന് അവൻ്റെ ഉള്ളിൽ പേടിയാണ്. ഒരു കുഞ്ഞു വന്ന പിന്നെ ചേട്ടൻ്റെ സ്നേഹം കുറയുവോ? അമ്മാള് തന്നെ തള്ളി പറയുവോ? അങ്ങനെയുള്ള പേടി. ആ പേടി മാറ്റേണ്ടത് നീ തന്നെയാണ്. സാക്ഷിയെ ശ്രദ്ധിക്കുന്ന സമയം തന്നെ വിച്ചുവിനെയും ചേർത്ത് പിടിക്കണം. അവർ 2 പേർക്കും നീ മാത്രമേ ഉള്ളൂ. സാക്ഷിക്ക് എന്തിനും കൂട്ടി ദീക്ഷിത്തുണ്ട്. പക്ഷെ വിച്ചു, അവന് നീ മാത്രമാണുള്ളത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടാതെ മോൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്നിട്ട് ഫയൽ നിനക്ക് നാളെ കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി. സൺഡേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫയൽ വാങ്ങാം. ചേച്ചിയും മക്കളും എവിടെ? മക്കൾ യുദ്ധം കഴിഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മടി. അവൾ ഫയൽ നോക്കുന്നു. ഞാൻ അവളെയും നോക്കിയിരിക്കുന്നു. കിച്ചൻ പറഞ്ഞതും അറിയാതെ തന്നെ സിദ്ധു ചിരിച്ചുപോയി. ഗുഡ് നൈറ്റ് ചേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ഞാൻ. അടുത്ത ദിവസം വിച്ചുവിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് സിദ്ധുവിനൊരു പേടിയുണ്ടായിരുന്നുവെങ്കിലും വിച്ചുമോൻ സാക്ഷിയെ പൊന്നുപോലെ നോക്കാൻ തുടങ്ങി. സിദ്ധുവിനോട് അഴിയിട്ട് പുതിയ കാറിൻ്റെ കീസ് സ്വന്തമാക്കി. രാവിലെയും വൈകിട്ടും വിച്ചുവായി സാക്ഷിയുടെ ഡ്രൈവർ. കോളേജിൽ വെച്ച് ആഹാരം വേണ്ട എന്ന് വാശി പിടിക്കുന്ന സച്ചുവിന് ആഹാരം വാരിക്കൊടുത്തും ഛർദ്ദിക്കുമ്പോൾ പുറം തടവിയും സച്ചുവിൻ്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നു. ശരിക്കും സിദ്ധുവിനേക്കാൾ വിച്ചു അവളെ പൊന്നുപോലെ നോക്കി. കോളേജിൽ ഇതിൻ്റെ പേര് പറഞ്ഞ് പല മുറുമുറുപ്പുണ്ടെങ്കിലും അവർ രണ്ടും അതിന് പുല്ലുവില കൊടുത്തില്ല. ആയുഷ അവരെ കണ്ടുവെങ്കിലും ഒന്നും ചോദിക്കാനോ പറയാനോ പോയില്ല. ഇടയ്ക്ക് സാക്ഷിയെ കാണുമ്പോൾ ചെറിയ ചിരി, അത്രമാത്രം.
ഇതുകൂടി ഒന്ന് കഴിക്കാം അമ്മാളു. നാളെ സ്വന്തം ചേട്ടൻ്റെ കല്യാണമാണ്. അതിന് സ്റ്റേജിൽ നിന്ന് ഷൈൻ ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും ആരോഗ്യം വേണം. ദീക്ഷിത്തിൻ്റെ കല്യാണം കൂടാൻ സച്ചിയുടെ വീട്ടിലാണ് വിച്ചുവും സാക്ഷിയും. സിദ്ധുവിനെ ഓഫീസ് മിസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷിയുടെ കൂടെ വിച്ചുവിനെ ഒരാഴ്ച മുൻപ് വിട്ടു. എന്നും വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ സിദ്ധു നേരെ ദീക്ഷിത്തിൻ്റെ വീട്ടിലേക്ക് പോകും. ഇതിനിടയിൽ ആരു തന്നെ സച്ചുവിൻ്റെ അമ്മയും അച്ഛനും ആരും അവനെന്താ ജോലിയെന്നോ എവിടെയാണ് താമസമെന്നോ ചോദിച്ചില്ല. ഒരിക്കൽ മാത്രം അവനോട് പറഞ്ഞു ബിസിനസ് ഇപ്പോൾ മോശമാണെന്ന്. സിദ്ധു അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനും പോയില്ല. എനിക്ക് വേണ്ട വായിച്ചു, ഛർദ്ദിക്കും ഞാൻ. ലോകത്തുള്ള ഗർഭിണികൾ ആരും ആഹാരം കഴിക്കാതെ നിൽക്കുമല്ലേ. കഴിച്ചിട്ട് ഛർദ്ദിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഒന്നും കഴിക്കാതിരിക്കല്ലേ പ്ലീസ്. വിച്ചു കൊഞ്ചി പറഞ്ഞതും സാക്ഷി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എനിക്ക് സത്യമായിട്ടും വേണ്ടടാ, ഒരു കരിക്കിട്ട് തരുമോ? നല്ല ക്ഷീണമുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇനി ഞാൻ നീ തരുന്നത് കഴിക്കാം, അല്ലെങ്കിൽ വാവ കൊച്ചച്ഛനോട് പിണങ്ങും. അവസാന ശ്രമം പോലെ സാക്ഷി പറഞ്ഞതും വിച്ചു അവളുടെ വയറ്റിൽ കൈകൾ ചേർത്തു. അങ്ങനെ കൊച്ചച്ഛൻ്റെ മോന് എന്നോട് പിണങ്ങത്തൊന്നുമില്ല. പിന്നെ അമ്മാളുവിന് കരിക്ക് വേണമെങ്കിൽ ഞാൻ പോയി ഇട്ടുകൊണ്ട് വരാം. പറ്റിയില്ലെങ്കിൽ കടയിൽ പോയി വാങ്ങാം. കണ്ണാപ്പി വരാൻ രാത്രിയാകില്ലേ? അല്ലട ചെക്ക, ഇവരുടെ വയറ്റിലുള്ളത് അത് നിന്റെ കുഞ്ഞാണോ? നീ സാക്ഷിയുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ കൊടുക്കാൻ അവളുടെ കെട്ടിയോനില്ലല്ലോ ഇത്ര ഉത്തരവാദിത്വം. അവിടേക്ക് കയറി വന്ന ആയിഷിൻ്റെ അമ്മ പറഞ്ഞു. വിച്ചുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കല്യാണത്തിന് വന്ന ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടതും പറയാൻ വന്ന കാര്യം അവൻ വേണ്ട എന്ന് വെച്ചു. ഏതു നേരം ഈ പെണ്ണിൻ്റെ കൂടെ നീയാണല്ലോ. അവളുടെ കെട്ടിയോൻ ആ സ്ഥാനം നിനക്ക് തന്നു. അവർ വിടാൻ ഭാവമില്ലായിരുന്നു. ദേഷ്യം അതിൻ്റെ ടോപ്പിലെത്തിയ വിച്ചു തിരിച്ചു പറയാൻ പോയതും ആയിഷിൻ്റെ മറുപടി വന്നു. ഒരു പ്രശ്നവുമില്ലാതെ വീട്ടിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ അമ്മേ. സച്ചിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരായെന്ന് അറിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇപ്പം എന്താ? പിന്നെ എന്തും കിടന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക. അവളിന്നൊരു ഭാര്യ മാത്രമല്ല, ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ തയ്യാറെടുക്കുന്നവൾ കൂടിയാണ്. വെറുതെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ നിൽക്കാതെ അമ്മ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നടത്തിയിട്ട് വാ, ഞാൻ കാറിൽ കാണും. ദേഷ്യത്തോടെ ആവശ്യം പറഞ്ഞതും പിന്നെ ഒരു വഴക്കിന് നിൽക്കാതെ അവർ അകത്തേക്ക് കയറി. കല്യാണ ദിവസം സിദ്ധുവിൻ്റെ കൂടെ തന്നെയായിരുന്നു സാക്ഷി. എന്തിനും ദീക്ഷിത് അവരെ ചേർത്ത് പിടിച്ചെങ്കിലും അച്ഛനും അമ്മയും ഇപ്പോഴും അകലം പാലിച്ചു തന്നെ. അതുകൊണ്ട് തന്നെ സിദ്ധു അധികം സൈലൻ്റ് ആയിരുന്നു. അവർ എന്തിനാണ് തന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല. സാക്ഷിയോട് ആവശ്യത്തിന് സംസാരമുണ്ട് എങ്കിലും മരുമോൻ എന്നുള്ളൊരു പരിഗണന പോലുമില്ല. അങ്ങനെ ഒരാൾ പോലും ആ വീട്ടിലില്ലാത്തതുപോലെയാണ് പെരുമാറ്റം. വിച്ചുവിനെ പിന്നെ കണ്ട ഭാവവുമില്ല. എല്ലാം കൊണ്ടും സിദ്ധുവിൻ്റെ മനസ്സാകെ മടുത്തു. എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്ന അവസ്ഥയിലാണ് അവന്. രാത്രിയേറെ വൈകിയിരുന്നു. റിസപ്ഷനെല്ലാം അവസാനിച്ചപ്പോൾ വീട്ടിലേക്ക് കയറി വന്നവർ കാണുന്നത് പോകാൻ റെഡിയായിട്ടിരിക്കുന്ന സിദ്ധുവിനെയാണ്. അവൻ്റെ മടിയിൽ തന്നെ സാക്ഷിയും വിച്ചുവും കിടന്നുറങ്ങുന്നുണ്ട്. സിദ്ധു, നീ ഇത് ഈ രാത്രി എവിടെ പോകുന്നു? ദീക്ഷിത് കാര്യം മനസ്സിലാവാതെ അവനോട് ചോദിച്ചു. ഞങ്ങൾ തിരിച്ചു പോകുവാളിയ, നിന്റെ കല്യാണം കൂടാനാണ് വന്നത്. കല്യാണം കഴിഞ്ഞല്ലോ, ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സച്ചുവിനെ നിൽക്കണോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ വരാൻ കാത്തിരുന്നതാണ്, കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എങ്കിലും ഈ രാത്രി തന്നെ പോകണോ നിങ്ങൾ? കുഞ്ഞിയും വിച്ചുവും നല്ല ഉറക്കമാണല്ലോ. നാളെ നേരം വെളുത്തിട്ടെങ്കിലും. ഇനിയും വയ്യ ചേട്ടാ ഈ അവഗണന കാണാൻ. സച്ചുവിനെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. കാരണം അവൾ നിങ്ങളുടെ മകളാണ്. പക്ഷേ ഞാനും എൻ്റെ അനിയനും ഒരു അധികപ്പറ്റ്. എത്രയൊക്കെ പുറമേക്ക് പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാലും എൻ്റെ വിച്ചുവിൻ്റെ മനസ്സ് ഇതെല്ലാം കണ്ട് വേദനിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല. അവന് ഞാനും എനിക്ക് അവനും മാത്രമേ ഉള്ളായിരുന്നു വർഷങ്ങളായിട്ട്. സച്ചുവിനെ നിങ്ങൾ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോടും ക്ഷമിച്ചു കാണുമെന്ന്. പക്ഷേ ഇതൊരുമാതിരി ദേഷ്യമില്ല, എന്നാൽ ഇങ്ങനെ ഒരു മരുമകനുള്ളത് ആയിട്ടുള്ളൊരു ഭാവവും കൂടെ ഇല്ല. വലിഞ്ഞു കയറി വന്ന ഒരാളെ പോലെയാണ് ഞാനിവിടെ. എന്തിനാണ് ഇപ്പോഴും നിങ്ങൾ എന്നോട് ദേഷ്യമെന്ന് എനിക്കറിയില്ല. സച്ചുവിനെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. നിങ്ങളോട് ആരോടൊരു വഴക്കിനും വരുന്നില്ല. എന്നോട് പറഞ്ഞില്ല എങ്കിലും ഞാൻ അറിഞ്ഞു സച്ചു അവളുടെ പേരിലുള്ളതെല്ലാം നിങ്ങൾക്ക് എഴുതി തന്നു എന്ന്. പിന്നെ അതിൻ്റെ പേരിൽ വഴക്കിടാത്തതിൻ്റെ കാരണം എനിക്കത് കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. സച്ചുവിന് ഇവിടെ നിൽക്കണമെന്ന് തോന്നിയ ഞാൻ കൊണ്ടുവിട്ടിരിക്കും. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ 2 പേരും വീട്ടിലേക്ക് വരണം, ഞങ്ങൾ കാത്തിരിക്കും. ഇത്രമാത്രം പറഞ്ഞ് സച്ചുവിനെയും വിച്ചുവിനെയും ഉണർത്തി സിദ്ധു പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ദീക്ഷിത് നിന്നു. തിരിച്ചുള്ള യാത്രയിൽ സാക്ഷി സൈലൻ്റ് ആയിരുന്നു. സിദ്ധുവും വിച്ചുവും എന്തെങ്കിലും ചോദിച്ചാൽ അതിനു മാത്രം മറുപടി.
യാത്ര ക്ഷീണമാണെന്ന് വിചാരിച്ച് അവരും ഒന്നും പറയാൻ നിന്നില്ല. രാത്രി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ സാക്ഷി ഒന്നും പറയാതെ റൂമിൽ പോയി കിടന്നു. കാര്യം എന്തായെന്നറിയാൻ വേണ്ടി വിച്ചു സിദ്ധുവിനെ നോക്കിയപ്പോൾ അവനൊന്നുമില്ല എന്ന പോലെ കണ്ണു ചിമ്മി കാണിച്ചു. ഒന്നുമില്ല മോനെ, അവിടെ നിന്ന് നേരത്തെ വന്നതിൻ്റെ ആയിരിക്കും. നീ പോയി കിടന്നു, ഇതെനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. സിദ്ധു പറഞ്ഞതും വിച്ചു അവൻ്റെ മുറിയിലേക്ക് പോയി. റൂമിലേക്ക് വന്ന സിദ്ധു കാണുന്നത് കണ്ണുമടച്ച് കിടക്കുന്ന സാക്ഷിയെയാണ്. എന്താ സച്ചു, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് സിദ്ധു ചോദിച്ചതും സാക്ഷി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നു. ദേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് കാര്യം പറ, എന്തിനാ ഈ പിണക്കം? നിന്റെ വീട്ടിൽ നിന്ന് നേരത്തെ വന്നതുകൊണ്ടാണോ? ഒന്ന് കാര്യം പറ പെണ്ണേ. സിദ്ധു എന്തെല്ലാം ചോദിച്ചിട്ടും സാക്ഷി ഒന്നും സംസാരിക്കുന്നില്ല എന്ന് കണ്ട് ദേഷ്യം സഹിക്കവയ്യാതെ അവൻ അടുത്ത് കണ്ട ജഗ് എടുത്ത് താഴേക്കെറിഞ്ഞു. വെറുതെ റൂമിലെ സാധനങ്ങൾ തല്ലി പൊട്ടിക്കേണ്ട കണ്ണേട്ട. ഈ ദേഷ്യവും വിഷവും ഒക്കെ നിങ്ങൾക്കൊരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. എനിക്കുമുണ്ട് ഈ വികാരങ്ങൾ. ഞാനും ഒരു മനുഷ്യജീവി തന്നെയാണ്, അല്ലാതെ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയതൊന്നുമല്ല. എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതിരിക്കാൻ കുറച്ചു നേരം എന്നെ ഒന്ന് വെറുതെ വിടുമോ പ്ലീസ്? സച്ചു, നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ അതിനിപ്പോൾ എന്ത് ചെയ്തു എന്ന കാര്യം പറഞ്ഞാലല്ലേ ഞാൻ അറിയൂ. അനിയൻ്റെ മനസ്സ് അവൻ പറയാതെ തന്നെ അറിയാൻ നല്ല കഴിവാണല്ലോ. എന്നിട്ടെന്താ സ്വന്തം ഭാര്യയുടെ മനസ്സറിയാൻ സിദ്ധാർത്ഥ് വിശ്വനാഥിന് കഴിയില്ലേ? ഒരേ സമയം അവളുടെ ശബ്ദത്തിൽ ദേഷ്യവും വിഷമവും എല്ലാം ഉണ്ടായിരുന്നു. സച്ചു, ഞാനതിന് എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? കാര്യം പറ. ഇനി ഞാൻ കാര്യം പറയാതെ മനസ്സിലാക്കിയിരിക്കണ്ട. നിങ്ങൾ മറന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ ദിക്കുട്ടൻ്റെ കല്യാണമായിരുന്നു ഇന്ന്. വൈകിട്ട് റിസപ്ഷൻ അവിടെ വെച്ച് എനിക്ക് തലകറങ്ങി എന്നുള്ളത് കൊണ്ട് വീട്ടിൽ വന്നു എന്നത് സത്യമാണ്. പക്ഷേ വിച്ചുവിൻ്റെ മുഖം വല്ലാതിരിക്കുന്നു എന്ന് കണ്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഉടനെ ബാഗ് പാക്ക് ചെയ്തു. ഉടനെ ഒരു ഡയലോഗും, കല്യാണം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് പോകാമെന്ന്. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. അച്ഛനും അമ്മയും നിങ്ങളോട് സംസാരിച്ചില്ല. ഒരകൽച്ച ഇപ്പോഴും ഉണ്ട് എന്ന് കരുതി ഞാൻ അവരുടെ മകളല്ലാതെ ആകുന്നില്ല. എൻ്റെ ഏട്ടൻ്റെ അനിയത്തി അല്ലാതെ ആകുന്നില്ല. അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് രണ്ട്, അച്ഛൻ ഒരാളാണ്. പിന്നെ എന്നോട് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഓർമ്മ വെച്ച നാളു മുതൽ ഞാൻ അമ്മ എന്ന് വിളിച്ചത് ആ സ്ത്രീയെയാണ്. സ്വന്തം അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ദിക്കുട്ടൻ അമ്മയോടും അച്ഛനോടുള്ള സ്നേഹത്തെക്കാൾ ഞാൻ സ്നേഹിച്ചത് ആ മനുഷ്യനെയാണ്. ആ നെഞ്ചിൽ കിടന്നാണ് ഞാൻ വളർന്നത്. എല്ലാവരും എന്നെ അവിശ്വസിച്ചപ്പോഴും ചേർത്ത് പിടിച്ചത് എൻ്റെ ഏട്ടനാണ്. ജീവനാണ് എനിക്ക് എൻ്റെ ഏട്ടൻ. നിങ്ങൾക്ക് വിച്ചു എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ദിക്കുട്ടനും. കണ്ണേട്ടൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങളാണ് വിച്ചുവിന് അച്ഛനും അമ്മയും എല്ലാം എന്ന്. മനസ്സുകൊണ്ട് എൻ്റെ ഏട്ടന് ഞാൻ കൊടുത്തേക്കുന്നത് അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ്. എന്നെ ഒന്ന് നുള്ളി വേദനിപ്പിച്ചിട്ട് പോലുമില്ല എൻ്റെ ഏട്ടൻ ഈ നിമിഷം വരെ. എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയുമോ? അതിൽ കുറേയൊക്കെ നടന്നു. പക്ഷേ ഇന്ന് രാത്രി കൂടി അവിടെ നിൽക്കാൻ എൻ്റെ ഏട്ടൻ കാല് പിടിക്കുന്നത് പോലെ പറഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങൾ കേട്ടോ വിച്ചുവിൻ്റെ വിഷമം, ഒറ്റപ്പെടൽ, ഇതൊക്കെ ആയിരുന്നല്ലോ കാരണം. ആരും എൻ്റെ ഏട്ടനെ സ്നേഹിക്കാൻ തുടങ്ങിയ നാളു മുതൽ ഞങ്ങൾ പറയാറുള്ള കാര്യമായിരുന്നു, നിങ്ങളുടെ റൂം എനിക്ക് ഡെക്കറേറ്റ് ചെയ്യണം. അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് കറങ്ങാൻ പോകണം. നിങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പായി എനിക്ക് നടക്കണം. ഏട്ടൻ്റെ രണ്ട് സൈഡിലായിട്ടിരുന്ന് ഞങ്ങൾക്ക് ആഹാരം കഴിക്കണമെന്നെല്ലാം. കേൾക്കുമ്പോൾ കണ്ണേട്ടന് ഇതൊക്കെ തമാശയായിരിക്കാം. പക്ഷേ ഞാൻ എന്താഗ്രഹിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ എന്നറിയുമോ? അറിയില്ല, അറിയാൻ ശ്രമിക്കില്ല. കാരണം നിങ്ങൾക്ക് എന്നും വലുത് വിച്ചുവിൻ്റെ ഫീലിങ്സാണ്. അതിന് നിമിഷം വരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. അവൻ എനിക്കും പ്രിയപ്പെട്ടവനാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് കണ്ണേട്ടൻ കാണിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ഞാൻ മറക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞല്ലോ, സച്ചുവിനെ നിൽക്കണമെന്ന് തോന്നിയ കൊണ്ട് നിർത്തും പോലും. ഞാൻ നിങ്ങളെ വിട്ട് ഒറ്റയ്ക്ക് അവിടെ പോയി നിൽക്കില്ല എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ എന്നെ സ്നേഹിച്ച് കൊല്ലല്ലേ കണ്ണേട്ട. ഇനി ഇതിൻ്റെ പേരിൽ എന്നോട് സംസാരിക്കാതിരുന്നാലും കുഴപ്പമില്ല. മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല സമാധാനം. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ആ ലൈറ്റ് ഓഫ് ചെയ്യണേ. ഗുഡ് നൈറ്റ്. കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ സച്ചു കിടന്നപ്പോൾ സിദ്ധു ശരിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോയി. ഒന്നും മിണ്ടാതെ നടക്കുന്നവളുടെ ഉള്ളിൽ ഇത്ര വിഷമമുണ്ടായിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല, അറിയാൻ ശ്രമിച്ചതുമില്ല. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അവനും കിടന്നു. എന്നും തന്നെ ചുറ്റിപ്പിടിക്കുന്ന കൈ അറിയാതെ പോലും ഇന്നടുത്തേക്ക് വരാത്തതിൽ നിന്ന് അവന് മനസ്സിലായി സാക്ഷിയുടെ ഉള്ളിലെ വിഷമം. ഒന്നും ചോദിക്കാതെ തന്നെ അവളെ സൂക്ഷിച്ച് നെഞ്ചിലേക്ക് കിടത്തിയപ്പോൾ അവനോടുള്ള വാശി പോലെ പെണ്ണ് കണ്ണു തുറക്കാതെ കിടന്നു. ഓരോ തവണ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമരുമ്പോഴും സച്ചു കണ്ണടച്ച് തന്നെ കിടന്നു. സോറി.
കാതോരം സിദ്ധു പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നു. പിണക്കമാണ്, പക്ഷെ ആ പിണക്കം കാരണം അവൻ്റെ നെഞ്ചിൽ നിന്ന് മാറിക്കിടക്കാൻ അവളും ആഗ്രഹിച്ചിരുന്നില്ല. ഒരു കൈ കൊണ്ട് സാക്ഷിയെ ചേർത്ത് പിടിച്ച് ഒരു കൈ അവളുടെ വയറിലും വെച്ച് തൻ്റെ പൊന്നോമനയെ ഉറക്കത്തിൽ പോലും ചേർത്ത് പിടിച്ചവൻ. രാവിലെ ഉണർന്ന് അടുക്കളയിലേക്ക് പോയ സിദ്ധു കാണുന്നത് പച്ചക്കറി അരിയുന്ന സാക്ഷിയെയാണ്. വിച്ചു ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നു എങ്കിലും മുഖം വീർത്തു തന്നെ എന്നിൽ നിന്ന് മനസ്സിലായി. ആളുടെ പിണക്കം മാറിയില്ല എന്ന്. അത് കണ്ടിട്ട് വിച്ചുവും മൂടോഫ്. ഇനി ബാക്കി ഞാൻ ചെയ്യാം സച്ചു, നീ പോയി റെസ്റ്റ് എടുത്തോ. ആഗ്രഹിച്ചതെന്തോ കേട്ടതുപോലെ സാക്ഷി ഒന്നും മിണ്ടാതെ തന്നെ ഹാളിലേക്ക് പോയി. എന്തിനായിട്ടാ അമ്മാളും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്തത് നീയല്ലട മോനെ, ഞാനാണ്. അതൊന്നും നീ ആലോചിക്കണ്ട. നിന്റെ അമ്മാളും അല്ലേ, പിണക്കം ഞാൻ മാറ്റാം. കണ്ണും ചിമ്മി കാണിച്ച് സിദ്ധു പറഞ്ഞതും അവന് പകുതി ആശ്വാസമായി. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ആരായെന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന സിദ്ധു കാണുന്നത് ദീക്ഷിത്തിൻ്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന സച്ചുവിനെയാണ്. 2 കൈ കൊണ്ടും അവനെ വട്ടം ചുറ്റി പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടൊരു ചിരിയോടെ ആരും എടുത്തു. ദീക്ഷിത്തിനെ ചേർന്ന് നിന്ന് അവനോട് എന്തൊക്കെയോ പരാതി പറയുന്നുണ്ട് പെണ്ണ്. എല്ലാം കേട്ടുകൊണ്ടൊരു ചിരിയോടെ ദീക്ഷിത്തും.